നല്ലൊരു ലോറി വാങ്ങിയിരുന്നെങ്കിൽ ആക്സിൽ ഒടിയില്ലായിരുന്നു. ഈ ലോറി പഴഞ്ചൻ ലോറിയാണ് വാങ്ങിയത്. ഒരു പഴഞ്ചൻ ലോറി ലാഭം നോക്കി വാങ്ങിയതുകൊണ്ടാണ് ഈ കേസ്. ഒരു ഇടിക്ക് ശേഷം പൊളിച്ചു വെക്കാൻ പോകുന്ന ഒരു ലോറിക്ക് പുതിയ ലോറി വേണ്ട എന്ന് മാക്സിമം ഒരു മിനിമം ഗ്യാരണ്ടിയുള്ള വണ്ടിയായിരുന്നല്ലോ. ആക്സിൽ ഒടിയില്ലായിരുന്നു. ആക്സിൽ ഒടിഞ്ഞ് അവിടെ കിടക്കില്ലായിരുന്നു. ഇവർ കരുനാഗപ്പള്ളിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയിലായിരുന്നു. ലതയുടെ ബന്ധുവിൻ്റെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത് ഇവർ മടങ്ങുന്ന സമയത്താണ് ഈ വണ്ടി ഇടിക്കുന്നത്. ഈ വണ്ടി കണിച്ചിക്കുളങ്ങരയിൽ വെച്ച് ഇടിക്കുന്നത്. അതിനു മുമ്പ് 3 തവണ ഇടിക്കാൻ ശ്രമിച്ചായിരുന്നു. 3 തവണ ഇടിക്കാൻ ശ്രമിച്ചപ്പോഴും മറ്റു വാഹനങ്ങൾ ഇതിൻ്റെ ഇടയിൽ കയറി. മറ്റു വാഹനങ്ങൾ ഇതിൻ്റെ ഇടയിൽ കയറിയത് കൊണ്ട് ഈ അപകടം നടത്താൻ ഇവർക്ക് പറ്റിയില്ല. അതിനുശേഷം 4ാം തവണയാണ് ഇടിച്ച് ഈ കൊലപാതകം നടത്തുന്നത്. മാരാരിക്കുളം സ്റ്റേഷനിൽ ഈ അടുത്ത കാലം വരെയും ആ വാഹനം ഉണ്ടായിരുന്നു. ഈ ലോറി പിന്നീട് പൊളിച്ചു വിറ്റു. മാരാരിക്കുളം എനിക്ക് തോന്നുന്നു 2022 വരെ ഉണ്ടായിരുന്നു. ആ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ ലോറി മാരാരിക്കുളത്ത് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഇതിനെ മുഴുവൻ കണക്ട് ചെയ്തെടുത്തിട്ടാണ് പോലീസ് ഈ പ്രതികളെ പിടികൂടിയത്.